എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ഈ ചർച്ച നടന്നപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിസ്സിംഗ് എന്താണെന്ന് അറിയാം. അത് ഈ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന വ്യക്തി, അതായത് ഈ കമ്പനിയുടെ ഉടമ, ഈ ആക്ഷേപങ്ങളെല്ലാം വരുന്ന കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന സംഗതി, അവരുടേതായിട്ടൊരു പ്രതികരണവും വന്നിട്ടില്ല. അന്നും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. അവരൊരു വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അവർ മാറി നിൽക്കുന്ന ആളായിരിക്കാം, അവർക്ക് അവരുടെ പ്രൈവസി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കാം, അവർക്ക് അതിനുള്ള അർഹതയുമുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് പ്രമാദമായൊരു കേസ് വന്നാൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ഇപ്പോഴില്ലാത്ത കമ്പനി, എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും വരാറുണ്ട്. ആ വിശദീകരണം ഇത്തരം സംഗതികളെല്ലാം മിസ്സിംഗ് ആണ്. ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. റൈറ്റ്. ഇപ്പോൾ സനീഷ് പറഞ്ഞു തുടങ്ങിയ വിഷയമുണ്ടല്ലോ, അത് തന്നെയാണ്. ഇപ്പോൾ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഈ സർക്കാർ തന്നെ നേരിട്ടതാണ്. ആരുടെയാണ് ആദ്യം വന്ന വിശദീകരണം? സ്പ്രിംഗ്ലറിൻ്റെതായിരുന്നു. ബെവ്ക്യൂ മറ്റൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട്, ഈ ബിവറേജസ് ആപ്പുമായി ബന്ധപ്പെട്ട് ആരുടെയാണ് വന്ന പ്രതികരണം? ബെവ്ക്യൂവിൻ്റെതായിരുന്നു. ആ നിലയ്ക്ക് നോക്കിയാൽ എക്സാലോജിക്കിൻ്റെ പ്രതികരണമായിരുന്നു ആദ്യം വരേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ചർച്ചയുടെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. ഒരുപക്ഷെ CPIM അതിനെ കരുതിയിട്ടുണ്ടാവുക ഇതൊരു രാഷ്ട്രീയ ആരോപണം തന്നെയായി അവതരിപ്പിക്കുകയാണല്ലോ, അതിലിവിടെ ഒരു മറുപടി പറഞ്ഞാൽ പിന്നെ എവിടെ വരെ അത് കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെയുള്ള ആശങ്ക അവർക്കുണ്ടാകാം. പക്ഷേ ഒരു കമ്പനി എന്ന മട്ടിൽ അവരത് വിശദീകരിച്ചിരുന്നെങ്കിൽ ആ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഈ സേവനങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും ഇതെന്താണ് സേവനം, എന്ത് സേവനം ഇവർ നൽകിയത് എന്നതൊക്കെയുള്ള സംശയം നിലനിൽക്കുകയാണല്ലോ. അതായത് ഇപ്പോൾ ഹർഷനും ഞാനും ഒരു ആരോപണത്തിൽപ്പെട്ടാൽ നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമ്മളാണല്ലോ മറുപടി പറയേണ്ടത്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള ഒരു പ്രിവിലേജ് അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നും. അത്രേ ഉള്ളൂ.